നമസ്കാരമുണ്ട്. രുദ്രംബായിയാണ്. നാരായണ ഗുരു, ഞാൻ എൻ്റെ അവകാശ കാര്യങ്ങൾക്ക് നാരായണ ഗുരുവിനെ ദൃഢമായി പിടിക്കുന്ന ഒരാളാണ്. ഗുരു അത്രത്തോളം ആഴത്തിൽ ചിന്താപദ്ധതിക്കും നവോത്ഥാന വിപ്ലവത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അതുമല്ല, ദേശീയ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുന്ന ഗുരുവിൻ്റെ ദർശനം കൂടിയുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗുരുവിനെ ഞാൻ വരച്ചിരിക്കുന്ന യോഗസ്ഥിതിയിലുള്ള ഒരു ബാക്കിൽ എൻ്റെ പുസ്തകത്തിൻ്റെ കവറാണ്. ഞാൻ മറ്റുള്ള ആരുടെയും പടം വെച്ചിട്ടില്ല. കാര്യം ഗുരുവിനെ തന്നെ വരച്ച ചിത്രങ്ങളുണ്ട്. വരയ്ക്കാൻ ഭയമായിട്ടാണ്. ഇവൻ ഈ ജാതിയിൽപ്പെട്ടതാണോ? എൻ്റെ ജാതി എൻ്റെ മതവും തിരയലാണല്ലോ പുതിയ സമൂഹം. അപ്പോൾ അത്രത്തോളം കേരള രാഷ്ട്രീയത ജാതി രൂഢ മൂലമായി തന്നെ പടർന്നിരിക്കുന്നു. എല്ലാവരും ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും വെച്ച് കളിക്കുന്നൊരു നിഗൂഢമായ 25ലേക്ക് കിടക്കുന്നത് വളരെ പൊട്ടിത്തെറിയുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കേരളം അതിഭീകരമായ ഒരു മതാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കടക്കുന്നതിൻ്റെ ഉദാഹരണമാണ് CPM ഉം BJP യും നടത്തുന്ന വളരെ ഗൗരവമാർന്ന ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട സംവാദങ്ങൾ. അതിൽ ഗുരുവിനെ ഞാൻ വരച്ചിരിക്കുന്ന നോക്കാം. ഗുരു ത്രിപുട ഭസ്മവും സിന്ദൂരവും നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട്. രുദ്രാക്ഷമുണ്ട്. കാവ്യമാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം യോഗസ്ഥിതിയിലാണ്. മറ്റുള്ള ചിത്രങ്ങളെല്ലാം യോഗസ്ഥിതിയിലല്ല. കാര്യം ഗുരു വളരെ അസ്വസ്ഥനായിരുന്നു. ഞാനിപ്പോഴേ ചാടി ഇറങ്ങി ഷൂട്ട് ചെയ്യുന്ന പോലെയാണ്. ഗുരു ഉണ്ടാക്കിയ ആ തലം ഭയങ്കരമായൊരു തലമാണ്. കാര്യം ഗുരു ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഹിന്ദുക്കൾ തന്നെ ഉണ്ടാകുമായിരുന്ന എന്ന് ചോദ്യം വലിയ പ്രശസ്തമാണ്. കാര്യം ഗുരു ഇല്ലായിരുന്നെങ്കിൽ സെമിറ്റിക് മതങ്ങളെല്ലാം ഈ ഹിന്ദു എന്ന് ഭൂരിപക്ഷം പറയുന്ന ആൾക്കാർ മതപരിവർത്തനത്തിന് വിധേയനാകും. കാരണം വിദേശ ഭരണവും വിദേശ സ്വാധീനവും ആഗോള മത തീവ്രവാദത്തിൻ്റെ എല്ലാ ശക്തിയും ഉള്ളതാണ് കേരളം. കേരളത്തെ ഗുരു ജീവിച്ചിരുന്നില്ലെങ്കിൽ ഗുരുവും അയ്യങ്കാളിയൊക്കെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ്. ഒരുപാട് പേരുടെ സമരം കൊണ്ടാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. പക്ഷേ ഇവർ നവോത്ഥാന നായകന്മാരായ ഹൈന്ദവ സന്യാസിമാർ ഉയർത്തിയ നവോത്ഥാന വിപ്ലവം വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുമെന്നും അത് കേരളത്തിൻ്റെ സിംഹഭാവവും ജനതയും നവോത്ഥാന ഗുരുക്കന്മാരായ നാരായണ ഗുരുവിൻ്റെ അയ്യങ്കാളിയുടെ ഒപ്പം പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വരുമെന്നുള്ള തത്വചിന്താപരമായും പ്രായോഗികപരമായും വീക്ഷണമുള്ള EMS പോലുള്ള ആര്യമത വിശ്വാസികളും സവർണരുമാണ് CPM-നെ അല്ലെ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം നവോത്ഥാന വിപ്ലവം കീഴാളൻ്റെ വിപ്ലവമാണ്, അധസ്ഥിതൻ്റെ വിപ്ലവമാണ്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികളും അധസ്ഥിതരും എല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് നിലയുറയ്ക്കുന്നത്. അത് കാരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ടിഷിലൂടെ നവോത്ഥാന വിപ്ലവത്തെ അട്ടിമറിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ സവർണർക്ക് നിലനിൽക്കാനുള്ള നിഗൂഢ ബുദ്ധിയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുത്തിയത്. അപ്പോൾ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ആഴത്തിൽ, ഗുരുവിനെക്കുറിച്ച് 4-5 പുസ്തകം എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഗുരു എന്ന് പറഞ്ഞാൽ ശരിയായ ഹൈന്ദവ നവോത്ഥാന പ്രക്രിയയിൽ ബുദ്ധനെ പോലെ തന്നെ പരിഷ്കരണവാദിയാണ്. മതമായിട്ട് അദ്ദേഹം ബുദ്ധമതത്തെ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ഹിന്ദുമതത്തെയും കണ്ടിട്ടില്ല. ബുദ്ധനും പറഞ്ഞത് ഹൈന്ദവ പരിഷ്കരണമാണ്, നാരായണ ഗുരുവും പറഞ്ഞത് ഹൈന്ദവ പരിഷ്കരണമാണ്. അത് എല്ലാവരും ഹൈന്ദവ മതമെന്ന് പറയാൻ തന്നെയുള്ള ഒരു അടിത്തറയില്ല. 1817 ഈ കൊളോണിസ്റ്റുകൾ ക്രിസ്ത്യാനികളായ ജർമ്മൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരത്തിൻ്റെ സൈദ്ധാന്തിക ബോധതലത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഹിന്ദുമതം രൂപപ്പെടുന്നത്. ഹിന്ദുമതം മതമേ അല്ല. എല്ലാവരെയും എല്ലാ ചരാചരങ്ങളെയും ഒന്നായി സ്നേഹിക്കുകയും ഏകാത്മമായ ചിന്തയിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആര്യമതം വന്ന് കടന്നു കയറിയതാണ് ഇവിടുത്തെ മിത്തോളജി എല്ലാം വികലമാക്കിയതും. മനുസ്മൃതി മാനവവാദ ഒരു ഭരണഘടനയായിരുന്നു. അതിനകത്ത് മനുസ്മൃതിയിലൂടെ വേറൊരു കടന്നുകയറ്റം ജാതി ശ്രേണി ഘടനയെ രൂഢമൂലമാക്കി വർത്തിത ഭരണകൂടത്തിലൂടെയാണ് കേരളം അല്ല ഇന്ത്യ ആകമാനം അതിൻ്റെതായ ഒരു രാഷ്ട്രീയ നിലപാടിലാണെല്ലാം നമ്മൾ ജീവിച്ചു പോരുന്നത്. ഈ കാലഘട്ടത്തിൽ ഗുരുവിന് വളരെ അനാരോഗ്യപരമായി ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ നീതിരഹിതമായൊരു കാര്യമാണ്. ഞാൻ നാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം ഈ കാലഘട്ടത്തിൻ്റെ പ്രശസ്തിക്കുള്ളതിൻ്റെ ഊന്നുവടിയാണ്, പ്രശസ്തമാണെന്നുള്ളത് കൊണ്ടാണ് ലൈബ്രറി കൗൺസിലിൽ അത് ഏറ്റവും കൂടുതൽ പുസ്തകം പോയ നാരായണ ഗുരു ഹിന്ദു രക്ഷകനോ എന്നുള്ള എൻ്റെ പുസ്തകമാണ്. എൻ്റെ പുസ്തകങ്ങൾ പ്രൊഫസർ NK സാനു മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖരെഴുതാൻ കാരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാമ്പുണ്ട്. നാരായണ ഗുരു ഈഴവ ജാതിയല്ല എന്ന് തൻ്റെ ഇടത്തോട് പറയാൻ ഒരുത്തനുണ്ടായില്ല എന്നുള്ള ഗുരുവേ ചിന്തിക്കുകയുള്ളൂ. ഗുരുവിനെ വിശ്വസിച്ച് കൂട്ടിലാക്കുന്നവരത് വിശ്വസിക്കത്തില്ല. കാര്യം ഗുരുവിനെ
ഇത്തോളം ആഴത്തിലൊരു ഹ്യൂമനിസത്തെ, മാനവികത മനസ്സിലാക്കിയ ഒരു ഗുരു ഈ ലോകത്തില്ല. ഏതായാലും നാരായണ ഗുരുവിനെ ഈ പറയുന്ന രണ്ട് പക്ഷത്തുള്ള തീയന്മാർക്കൊന്നും നാരായണ ഗുരുവിനെ അറിയത്തില്ല. മൂർഖത്വ കുമാരൻ ഉൾപ്പെടെയുള്ളവർ ആണ് ഗുരുവിനെ തീയന്മാരുടെ ദൈവമാക്കി വടക്കേ മലബാറിൽ നിലനിർത്തിയത്. അതിന് കാരണമുണ്ട്. ആ ചരിത്രമൊക്കെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഗുരു ഈഴവ പ്രതിഷ്ഠയല്ല അവിടെ പ്രതിഷ്ഠിച്ച, അവിടെ തീയ പ്രതിഷ്ഠയാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ഈഴവ പ്രതിഷ്ഠയാണ്. ഈഴവരും തീയരും ഒക്കെ എത്ര ജാതികൾ കൂടെയാണെന്ന് ഓർക്കണം. വടക്കൻ മലബാറിലുള്ള തീയരിൽ തന്നെ എത്രയോ ജാതി, താഴ്ന്ന ജാതി തണ്ടാര് വരെയുണ്ട്. ഇവിടെയും തെക്കൻ തിരുവിതാംകൂറിലും ഉണ്ട്. പിന്നെ ഈ ചാന്നാരും തൊട്ട് പിന്നെ എത്രയോ ജാതികൾ, പണിക്കർ സമുദായങ്ങൾ തൊട്ട് തണ്ടാൻ തൊട്ട് ഒരുപാട് വിഭാഗങ്ങൾ എൻ്റെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാരായണ ഗുരു ഈഴവ ജാതിയല്ലെന്ന് വ്യക്തമായി പറയുന്നത്. അദ്ദേഹം പണിക്കർ ജാതികളുണ്ട്, അത് മേൽത്തട്ടിലും കീഴ്ത്തട്ടിലുമുള്ള ജാതികളിലൊക്കെ കടന്നു കയറിയ ഒരു വിപുലമായ ഗോത്രമാണ്. അവർക്ക് വൈദ്യശ്രേഷ്ഠവും അതുപോലെ തന്നെ ആരാധനാക്രമങ്ങളും, അവർ കേരളത്തിലെ ഒരു ബ്രാഹ്മണിക്കൽ ജാതി തന്നെയാണ് പണിക്കർ സമുദായം. അത് പണിക്കർ സമുദായത്തവരെയൊക്കെ പരിശോധിച്ച് നോക്കുക, അവരെല്ലാം തീമഴ പെയ്യുന്ന സൈദ്ധാന്തിക ബോധവും ദാർശനികരുമായിരിക്കും. അത് ഗുരുപരമ്പരയിൽ തന്നെ ഗുരുവിനോടൊപ്പം സഞ്ചരിച്ച മിക്കവരും പണിക്കർ സമുദായങ്ങളായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളും ഗുരു നടന്നു പോയത് പണിക്കർ സമുദായങ്ങൾ തന്നെ വിളിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചാരംപറമ്പ് ക്ഷേത്രം പണിക്കർ സമുദായത്തിൻ്റെയാണ്. നാരായണ ഗുരുസ്വാമി 27 കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവൻകുടം ക്ഷേത്രം പണിക്കർ സമുദായത്തിൻ്റെയാണ്. ചാരംപറമ്പ് ക്ഷേത്രമൊക്കെ അതിൽ പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വളവനാട് ക്ഷേത്രം ഉൾപ്പെടെ അവരുടെ പഴയകാല ഭരണസമിതി നോക്കി എല്ലാം ജാതിവാലുണ്ട് പണിക്കർ സമുദായത്തിന്. നാരായണ ഗുരുവിനെ ഈഴവനാക്കിക്കൊണ്ട് കേരളത്തിലെ ഈഴവരെ ഭൂരിപക്ഷം മുതലെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കത്തിന് CPM സംഘപരിവാറും ശ്രമിക്കുന്നുണ്ട്. അതിനും ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഗുരുവിനെ അങ്ങനെയല്ല കൊണ്ടുപോകേണ്ട. ഗുരുവിൻ്റെ സിലബസ് ദേശീയ തലത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു മാർഗം സംഘപരിവാറായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും കോൺഗ്രസ് ആയാലും നടപ്പാക്കുമ്പോൾ മാത്രമേ ഗുരു ഹിന്ദു രക്ഷകനോ അതോ ഹിന്ദുത്വവാദിയോ ഒന്നും മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ഈ വിളിക്കുന്ന ചർച്ചകളും ഈ പറയുന്ന ചർച്ചകളൊന്നും കേരള ജനതകൾ അധിക നാളത്തിലൂടെ എടുക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിനായിട്ട് ഗുരുവിനെ ഉപയോഗിക്കാതിരിക്കുക. ഗുരു സ്വതന്ത്രമായ